അധികം നിങ്ങൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു ഫോർച്യൂണർ ആണ് ഇങ്ങനായി മാറിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് 1 ഫോർച്യൂണർ ആണ് TRD കിറ്റോട് കൂടി ഇങ്ങനെ ആയിരിക്കുന്നത്. നിങ്ങളിത് ഈ കാണുന്ന ഇന്നോവ ഉണ്ടല്ലോ ഇങ്ങനെയായി മാറിയിരിക്കുകയാണ്. നിങ്ങളിത് ഇപ്പൊ ഈ രൂപത്തിൽ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്ത് ശരിക്കും ഇതിന്റെ കസ്റ്റമർ ഇപ്പൊ ഞെട്ടിയിരിക്കുമായിരിക്കും. അവർ കണ്ടോ വണ്ടി? കണ്ടിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഓണറിനെ ഒരു 40 ലക്ഷം രൂപയുടെ ലാഭം ചേട്ടൻ കാരണം ഉണ്ടായെന്ന് സത്യമാണോ? ലാഭമുണ്ട്. ആക്ച്വലി ഇതിന്റെ ഓണർ ഒരു പുതിയ ലെജൻഡർ മേടിക്കാനിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഞാനൊരു ഓൾഡ് ഫോർച്യൂണർ ലെജൻഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്ന വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ട് പുള്ളി ഹാപ്പി ആയി. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരു ലോ കിലോമീറ്റർ വണ്ടി എടുത്തു. അതിന് നമ്മൾ ലെജൻഡർ കിറ്റ് കയറ്റി, അതുകൂടാണ്ട് അതിനകത്ത് എക്സ്ട്രാ തൈത്തം കിറ്റ് കയറ്റി, അങ്ങനെ കംപ്ലീറ്റ് ഇപ്പൊ പണി തീർന്ന് നടക്കും. 20 ലക്ഷം രൂപയ്ക്കുള്ളിൽ വണ്ടി എടുക്കുന്നു, രജിസ്ട്രേഷൻ മാറ്റുന്നു, ബോഡി കിറ്റ് ചെയ്യുന്നു, പെയിന്റിംഗ് ചെയ്യുന്നു, പുത്തൻ വണ്ടി ആക്കുന്നു. ചേട്ടാ, അപ്പൊ നമ്മുടെ ഈ ഒരു ലെജൻഡർ കൺവേർഷൻ നമ്മുടെ ഷോറൂമിൽ ചെയ്യുവാണെങ്കിൽ എത്ര രൂപ ചെലവ് വരും? ഷോറൂമിൽ ചെയ്യുമ്പോൾ ഒരു 7 lakh എബവ് കോസ്റ്റ് വരും. 7 ലക്ഷം രൂപ. അതെ. അയ്യോ, നമ്മൾ ചെയ്യുമ്പോഴാ 1,25,000 രൂപ. അത്രേ ആകത്തുള്ളൂ. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഷോറൂമിൽ വില വരുന്ന തൈത്തം കിറ്റ് ആണ് നിങ്ങളുടെ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേ 20,000 രൂപ. കമ്പനി ചെയ്യുമ്പോൾ അത്രയും റേറ്റ്, നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും റേറ്റ്. ലോക്കൽ സാധനമാണോ? നല്ല പക്ക കമ്പനി സ്പെക്കിലുള്ള അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അധികം നിങ്ങൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി വണ്ടിയുടെ ബോഡി കിറ്റ് ആണ്. അതായത് നമ്മൾ ഒറിജിനൽ ബോഡി കിറ്റിന്റെ മോൾഡ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ തന്നെ പീസ് അടിച്ചെടുക്കുന്ന പരിപാടിയാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ വിലയുള്ള കിറ്റുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് ഇതൊക്കെ വളരെ നിസ്സാര റേറ്റ് ഉള്ളൂ. ഒരു 3,500 മുതലാണ്. ഇതാണ് ശരിക്കും അച്ച്, അതായത് മോൾഡ് എന്ന് പറയും. ഈ ഒരു മോൾഡ് ഉപയോഗിച്ചാണ് ഈ കാണുന്ന സ്കേർട്ടിങ്ങുകളെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്, ഇത് കണ്ടോ? അതായത് നോക്കിക്കേ, നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഇപ്പൊ നമ്മൾ ഇളക്കിയെടുത്ത ഒരു ഐറ്റം ഉണ്ടല്ലോ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് 20,000 താഴെ വരുള്ളൂ. 20,000 രൂപയിൽ താഴെ മാത്രമാണ് ഇതിന് വില വരുന്നത്. നോക്കിക്കേ, ഈ രൂപത്തിൽ കാണുന്ന ഒരു ബമ്പർ സ്കേർട്ടിങ്ങിനെ ഈ ഒരു രൂപത്തിൽ പുട്ടി വർക്കും പെയിന്റും ഒക്കെ ചെയ്തു വരുമ്പോൾ ഡ്യുവൽ ടോൺ ആക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ ഇത്രയും ഫിനിഷിംഗിൽ മാറി വരും. ചേട്ടാ, അപ്പൊ നമ്മൾ ഫ്രണ്ട് മാത്രമല്ല ബാക്കും കൺവേർട്ട് ചെയ്യും അല്ലെ? ബാക്കിൽ എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? ബാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ടൈലാമ്പ് മാറിയിട്ടുണ്ട്, ഡിക്കി ഗാർണിഷ് മാറിയിട്ടുണ്ട്, പിന്നെ റിയർ ബമ്പർ ചെയ്തിട്ടുണ്ട്, പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് റിയർ സ്കേർട്ടിംഗ്സ് ആണ്. ബാക്കിൽ ബമ്പർ സ്കേർട്ടിംഗ്, ബാക്കിൽ നമ്മൾ ബമ്പർ സ്കേർട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് 1 വണ്ടീനെ നേരെ അതിന്റെ ഒരു 50% വർക്ക് ചെയ്ത് അല്ലെ, പെയിന്റിംഗ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിനെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതിൽ TRD കിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ജിആറിന്റെ ഗ്രില്ലും TRD കിറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പൊ ഈ രൂപത്തിൽ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ഷാൻ ചേട്ടന്റെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ചേട്ടാ, എത്ര ദിവസം കൊണ്ട് എങ്ങനെ ചെയ്തെടുത്തത്? ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3 ദിവസം മതി. 3 ദിവസം. ശരിക്കും ഇതിന്റെ കസ്റ്റമർ ഇപ്പൊ ഞെട്ടിയിരിക്കുമായിരിക്കും. അവർ കണ്ടോ വണ്ടി? കണ്ടിട്ടില്ല. അവര് നാളെ വരത്തേ ഉള്ളൂ അല്ലെ? അവര് കണ്ടു കഴിയുമ്പോൾ എന്തായാലും അവർ ഞെട്ടുമെന്നുള്ള യാതൊരു സംശയമില്ല. അമ്മാതിരി മാറ്റമാണ് ഇതിൽ വരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ ഈ രൂപത്തിൽ കാണുന്ന നമ്മുടെ ഈ ഒരു ഇന്നോവേനെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുക. ടൈപ്പ് 2 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് 2 വണ്ടിയിൽ എന്തൊക്കെയാണ് നമ്മൾ മാറുന്നത് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്? ഡോർ തൊട്ട് ഫ്രണ്ടിലോട്ടുള്ള എല്ലാ സാധനവും മാറും. ബോണറ്റ് മാറും, ഫെൻഡർ, ബമ്പർ, ഹെഡ്ലൈറ്റ്, ഗ്രിൽ എല്ലാം മാറിയിട്ടാണ് നമ്മൾ ടൈപ്പ് 4 ആക്കുന്നത്. മോർണിംഗ് ഒരു 8:30 വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും പക്ക കംപ്ലീറ്റ് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് കൊടുക്കും. പഴയ മോഡൽ സിംഗിൾ ഓണർ ഇന്നോവകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ചേഞ്ച് വേണം. പുതിയ വണ്ടി മേടിക്കാതെ തന്നെ അതിന് നല്ലൊരു രൂപമാറ്റം വരുത്തി നല്ല കലക്കൻ ലുക്കിലോട്ട് ആക്കണമെങ്കിൽ നമ്മുടെ ചേട്ടനെ വിളിച്ചാൽ മതി. ഈ ഒരു ഇന്നോവയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് എവിടെ വേണം തിരക്കാൻ കിട്ടത്തില്ല, നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്ന ലൈറ്റ് ആണിത്. അകത്ത് നമുക്ക് സ്മോക്ക് ലൈറ്റ് അഴിച്ചിട്ട് സ്മോക്ക് ചെയ്യുന്നതല്ല, കമ്പനി സ്മോക്ക് ആയിട്ട് മേക്ക് ചെയ്യുന്ന. ഇപ്പൊ സാധാരണ എല്ലാവരും സാധാ ഹെഡ്ലൈറ്റ് മേടിച്ചിട്ട് അഴിച്ച് സ്മോക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോ ഓൾറെഡി കമ്പനി മാനുഫാക്ചറിങ് ഈ മെറ്റീരിയൽ എല്ലാം സ്മോക്ക് ചെയ്ത് കമ്പനി അസംബ്ലിംഗ്. ഈ ടൈപ്പ് 2 വണ്ടിയിൽ ഇതേപോലൊരു ഫോൾഡിംഗ് മിറർ നിങ്ങൾ കണ്ടുണ്ടോ? അല്ലേട്ടാ? അതെ, കണ്ടോ? നോക്കിക്കേ, എവിടെയും കിട്ടത്തില്ല. ഇതും നമ്മുടെ ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഇറക്കുന്ന സാധനമാണ് അല്ലെ? ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഇത് കൂടുതലും എല്ലാവരും ക്രിസ്റ്റയുടെ മിററൊക്കെയാണ് സാധാരണ ഇന്നോവ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റയുടെ മിറർ വെക്കുമ്പോൾ കുറച്ച് വിസിബിലിറ്റി പ്രശ്നം വരും. ഇതിപ്പം ഇന്നോവയുടെ തന്നെ കമ്പനി മിറർ ഫോൾഡിംഗ് മോട്ടർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ടൈപ്പ് 1 ക്രിസ്റ്റ ആണ് കേട്ടോ. അതിനെ ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ട, ഇത് നോക്കിക്കേ, ഈ അടുക്കി വെച്ചിരിക്കുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലായ? നമ്മുടെ വണ്ടികളുടെ ബമ്പറുകളാണ്, ഫ്രണ്ടും ബാക്കും. ഇത് നിസാര എണ്ണമൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. ഇതിപ്പോ ജസ്റ്റ് ഒരു ഏരിയ. ഇതിന്റെ കൂടെ താഴെ മോളിലും ഒക്കെ ആയിട്ട് അട്ടിയിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ കുറെ ബ്രാൻഡുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഷെവർലെ, ഫോർഡ്, അതുപോലെ ഹോണ്ടയുടെ പാർട്സ് ഒക്കെ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന്റെ എല്ലാം കംപ്ലീറ്റ് ബോഡി പാർട്സ്, അതായത് ബമ്പർ, ബോണറ്റ്, ഫെൻഡർ, അങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട ബോഡി പാർട്സുകളെല്ലാം നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഫെൻഡറുകളാണ്. ആ കാണുന്ന ബോണറ്റ് ആണ്, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് ഉണ്ടല്ലോ, ബോണറ്റ് ആയിരിക്കുന്നത്, ബാക്ക് ഡോർ, നമ്മുടെ എല്ലാവിധ ഐറ്റംസും. ഇന്നോവയും ഫോർച്യൂണർ മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രീമിയം വണ്ടികളായിട്ടുള്ള ബെൻസ്, BMW ഒക്കെ ബോഡി കിറ്റുകളാണ്. ചേട്ടാ, ഇത് നേട്ടാ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു BMW അല്ലെങ്കിൽ ബെൻസ് ഉള്ള ഒരാൾ ബോഡി കിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്റ്റോക്ക് നമ്മുടെ ഉണ്ടോ? കൂടുതലും പ്രീമിയം വണ്ടിയുടെ കിറ്റ് എല്ലാം വരുന്നത് ചൈനയാണ്. ഓക്കെ, അപ്പം 7 ഡേയ്സിനുള്ളിൽ നമ്മൾ ചൈനയിൽ നിന്ന് ബില്ല് ചെയ്യും. 45 ഡേയ്സിനുള്ളിൽ നമ്മൾ കേരളത്തിൽ ഡെലിവറി കൊടുക്കും. അതെ, ലൈവ് സ്റ്റോക്ക് വെക്കാത്തവരെന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വരെ ലോഞ്ച് ചെയ്തിട്ടില്ല ആ വണ്ടി, ഫോർഡ് എൻഡോറിന്റെ
എവറസ്റ്റ് കിറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എൻഡോവറിന്റെ ഈ ഒരു എവറസ്റ്റ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയാൽ എത്ര രൂപ ചെലവ് വരും? ആക്ച്വലി വണ്ടി ഇന്ത്യ ഇറങ്ങിയിട്ടില്ല, ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു 65 ലക്ഷം രൂപ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു എൻഡോവർ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു എൻഡോവറിനെ നമ്മുടെ പുതിയ എവറസ്റ്റിന്റെ മോഡൽ ആക്കാം അല്ലെ. വെറും 1,75,000 രൂപയ്ക്ക് നമ്മുടെ എൻഡോവറിനെ അത് കൺവേർട്ട് ചെയ്ത് പുതിയ മോഡലിലേക്ക്, അത് എവറസ്റ്റ് എന്ന് പറഞ്ഞ മോഡലിലേക്ക് ആക്കാൻ സാധിക്കും. നമ്മുടെ ശാന്തി ചേട്ടന്റെ ബോഡി പാർട്സ് എടുത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ പാർട്ട് പോയെന്ന് പറഞ്ഞാലും, അതായത് ഇപ്പൊ എന്റെ കയ്യിൽ കാണുന്ന ഈ ചെറിയ സാധനം കണ്ടോ, ഇത് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ചേട്ടന്റെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. ചേട്ടാ, നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുമോ? എന്താന്ന് പറഞ്ഞു കൊടുത്തേ. അത് ഈ വീഡിയോ കൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓൾഡ് പാർട്സ് നമുക്ക് ബൈബാക്ക് ചെയ്യാം. അതായത് നിങ്ങളുടെ വണ്ടിയുടെ അഴിക്കുന്ന ബമ്പർ കാര്യങ്ങളെല്ലാം നല്ല കംപ്ലൈന്റ് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല റേറ്റിന് അത് ബൈബാക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ വണ്ടിയെ രൂപമാറ്റം വരുത്തിയത് ഇതേപോലെ പുതിയ ലുക്കിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ ശാന്തി ചേട്ടൻ. ശാന്തി ചേട്ടാ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ലൊക്കേഷൻ വരുന്നത്. രാവിലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പൊ നിങ്ങൾക്ക് പെയിന്റിംഗ് കൂടെ ചെയ്യണമെങ്കിൽ ഒരാഴ്ച താമസം അല്ലെ. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത വണ്ടി ആയിരിക്കത്തില്ല നിങ്ങൾ കൊണ്ടുപോകുന്നത്. അമ്മാതിരി മാറ്റമാണ്. ഫോർച്യൂണർ, ഇന്നോവ മാത്രമല്ല, നമ്മുടെ പോളോ, സ്വിഫ്റ്റിന്റെ സ്പോർട്സ് കിറ്റ് എല്ലാം നമ്മുടെ ശാന്തിയോടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വണ്ടി ഏതായിക്കോട്ടെ ഒന്ന് വിളിച്ച് ചോദിക്കുക, കിറ്റ് അവൈലബിൾ ആണോ ചോദിക്കുക. ഉണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തും തരും. ഓക്കെ, അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതൊരു ഗോവിന്ദ് സൈനിങ് ഔട്ട്.